ഞാനൊരു 2 വർഷമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, നീ ജോലിക്ക് പോകുന്നില്ലേ, നീ എന്ത് ജോലിക്ക് പോവാത്തെ, പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നതാ. അതിനേക്കാളും കോമഡി ആയിട്ടുള്ളൊരു ചോദ്യം എന്നറിയോ, നീ വീട്ടിൽ വെറുതെ ഇരിക്കുന്നതാ, പണിയൊന്നും ഇല്ലേ. ഇങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം ഞാനൊരു 2 വർഷമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറഞ്ഞതിലുണ്ടല്ലോ, വർഷങ്ങളോളം എന്നെ കാണാണ്ട് ഇങ്ങനെ കാണുമ്പം കാഷ്വലായിട്ട് ചോദിക്കുമല്ലോ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ എല്ലാ ലീവിനും നാട്ടിൽ പോകുമ്പോഴും നീ പണിക്കൊന്നും പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് എല്ലാവരോടായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ജോലിക്ക് പോകണ്ടെന്നുള്ളത് ഞാൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിലെടുത്ത തീരുമാനമല്ല. കുഞ്ഞിനെ വിട്ടിട്ട് വീടും ജോലിയും എല്ലാം ഒരേപോലെ മാനേജ് ആക്കുന്ന കുറേ ആൾക്കാർ എനിക്കറിയാം. എൻ്റെ ഫ്രണ്ട്സിലും കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഒന്ന് വെച്ചിട്ട് പഠിച്ച പിള്ളേരുണ്ട്, 2 പിള്ളേരെ വിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ വേറെ കൺട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോടെല്ലാം എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അവരെങ്ങനെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നതെന്ന് തന്നെ എനിക്ക് ഭയങ്കര അതിശയിപ്പോയി. പക്ഷെ എനിക്ക് അതിനുള്ള കഴിവില്ല. എനിക്ക് ഇത്രയും പ്രഷർ താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാ ജോലിയും വിട്ടിട്ട് കംപ്ലീറ്റ്ലി ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ തീരുമാനിച്ചത്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇല്ലാണ്ടാണെന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷേ അതിന് എനിക്ക് സപ്പോർട്ട് നിൽക്കാൻ ആളുണ്ടായി. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇട്ടിട്ട് വാ എന്ന് പറയാൻ ആളുണ്ടായി, നമുക്ക് മാനേജ് ചെയ്യാമെന്ന് പറയാൻ ആളുണ്ടായി. പക്ഷേ ഇതൊന്നും ആളില്ലാണ്ട് ഒറ്റയ്ക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്ത് ചിലപ്പോൾ സപ്പോർട്ട് ഇല്ലാണ്ട് ജോലിക്ക് പോയേ പറ്റൂ എന്നുള്ള രീതിക്കുള്ള ആൾക്കാർ കുറേ ഉണ്ടാവും. അതിനെക്കൊണ്ട് തന്നെ അവരോട് വെറുതെ ചൊറിഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കാനോ, അല്ലെങ്കിൽ എല്ലാ ജോലിയും വീടും മാനേജ് ചെയ്യാൻ പറ്റാണ്ട് ജോലി വിട്ടിട്ട് കംപ്ലീറ്റ്ലി ഒരു ഹൗസ് വൈഫായിട്ട് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാരോട് വെറുതെ വർഷങ്ങളോളം നീ എന്താ പണിക്ക് പോവാത്തേ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അതിനെക്കൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരോടും എന്നല്ല, പക്ഷേ എന്നോട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ വെറുതെ ഇരിക്കല്ല, എനിക്കിവിടെ പണിയുണ്ട്, ഞാനിവിടെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഞാനിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്.